നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ 11th ചാപ്റ്ററായ വിത്തിൻ നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് വിത്തിൻ നമ്പേഴ്സ് എന്നുള്ളത്? എന്താണ് നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ് ആണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഈ കുറച്ച് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് റോയും കോളം എന്നൊക്കെ ഉള്ള വ്യത്യാസമാണൊക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ നോക്കൂ, ഇതൊക്കെ എന്താണ് 1ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. ഇത് 1 2 3 4നോട് എന്താണ് 1ൻ്റെ മൾട്ടിപ്പിൾ. ഇതാണെങ്കിൽ അടുത്തതിൽ എന്താണ് 2ൻ്റെ മൾട്ടിപ്പിൾ, 3ൻ്റെ മൾട്ടിപ്പിൾ, 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അതായത് 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 2, 2നെ 2നോട് ഇൻറ്റു ചെയ്തപ്പോൾ 4 അല്ലേ. 1 2 3 4 5 6 7 8 9 10 അതിനോട് എന്താക്കുക 2നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇത് കിട്ടുക. അതേപോലെ 3ന് എന്താണ് 1 2 3 4 5 6 7 8 9 10 എന്നുള്ള ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൾട്ടിപ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നങ്ങനെ 1 2 3 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം 1ൻ്റെ മൾട്ടിപ്പിൾ ആണ് മുകളിൽ, ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ, ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ, ഇത് 4ൻ്റെ, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ, ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വി മീൻ ദ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 1 2 3 4 5 6 എക്സെട്ര അല്ലേ. ബൈ ദാറ്റ് നമ്പർ എന്താണ്, നമ്മളൊരു നാച്ചുറൽ നമ്പറിനോട്, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ, അത് ആ നമ്പറിനോട് എക്സെട്ര അല്ലേ. ആ നമ്പറിനോട് ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അത് എന്നാണ് പറയുന്നത്. അതായത് 2നോടാണ് ഈ 1 2 3 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ, 3നോടാണ് 1 2 3 4 5 6 ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ എന്താണ്, ഒരു നാച്ചുറൽ നമ്പറിനോട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ നോക്കിയ ഇവിടെ പിന്നെ പറയുന്നത് നോക്ക്, 48 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. 48 എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ 6ൻ്റെ മൾട്ടിപ്പിൾ 48 വരുന്നുണ്ടോ നോക്കിയാൽ, വരുന്നുണ്ട് അല്ലേ. അത് അവിടെ 48 വന്നല്ലേ. അപ്പോൾ എന്താണ് 48 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, 35 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വെച്ചാൽ എന്താണ് 5ൻ്റെ ടേബിളിൽ നോക്കുക അല്ലേ. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 35 വരുന്നില്ലേ, ആണ് അല്ലേ. അപ്പോൾ 35 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഇനി വലിയ നമ്പറൊക്കെ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, അതിന് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് 102 എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഈസ് 102 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ 102 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആ 102നോട് 6 നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മൾ 6 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിമൈൻഡറും കോഷ്യൻ്റൊക്കെ കിട്ടൂലേ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ, അതായത് താഴത്ത് ബാലൻസ് 0 ആണെങ്കിൽ എന്താണ് ആ നമ്പർ 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ 102 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എന്താണ് റിമൈൻഡർ കിട്ടില്ല. അപ്പോൾ 0 ആണെങ്കിൽ എന്താണ് ആ 6 എന്താണ് 202ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി 268 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എന്താണ് 268 ഡിവൈഡഡ് ബൈ 6, സാധാരണ ഡിവൈഡ് ഇല്ല, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 268 ഡിവൈഡഡ് ബൈ 6 ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ 268 എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇനി അപ്പോൾ ഇവിടെ വരുന്ന 268 നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ 4 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് റിമൈൻഡർ 0 ആണെങ്കിലാണ് എന്ത് പറഞ്ഞത് മൾട്ടിപ്ലൈ എന്ന് പറയാം അല്ലേ. ഇത് നോക്കിയാൽ 268 ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോൾ റിമൈൻഡർ 4 കിട്ടിയത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പറയുക, 268 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 6. ഓക്കെ, അവിടെ 4 ബാലൻസ് വരുന്നതുകൊണ്ട് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കില്ല. അപ്പോൾ നോക്കി ഇവിടെ പറയുന്നത്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ നമ്പർ ദ ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ ഇഫ് ദർ ഈസ് എ റിമൈൻഡർ ഓൺ ഡിവിഷൻ ഇറ്റ് ഈസ് നോട്ട് മൾട്ടിപ്പിൾ. എന്താണ്, ഒരു നമ്പർ വേറൊരു നമ്പറിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ് ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് നമ്പർ ആയിരിക്കും അല്ലേ. ഇനി റിമൈൻഡർ 0 അല്ല, റിമൈൻഡർ ബാലൻസ് 1 2 3 ഒക്കെ ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്, മൾട്ടിപ്പിൾ അല്ല എന്ന് പറയുന്നത്, നോട്ട് മൾട്ടിപ്പിൾ. ഓക്കെ, ദെൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ പറയുന്നത് ഇത് എക്സാം ഇതാണ് അല്ലേ. Now in each pair of numbers given below check whether the first is a multiple of the second. എന്താണ് ഈ ഫസ്റ്റ് നമ്പർ 7 is a multiple of the 91 ആണോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ 91 ഡിവൈഡഡ് ബൈ 6 ചെയ്തു, അതായത് വലിയ സംഖ്യ അല്ലേ, വലിയ നമ്പർ എന്താണ് ചെറിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് അറിയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 91 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ 91 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യുക, 7ൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഈ 9 ഫസ്റ്റത്തെ ഈ നമ്പർ 9 ആണ് അല്ലേ. അപ്പോൾ 9ൻ്റെ അത്ര 7 ഉണ്ട് നോക്കുക. അപ്പോൾ 1 7 is 7, 2 7s are 14. അപ്പോൾ നമുക്ക് എന്താണ് 9 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എത്ര 9ൽ എത്ര 7 ഉണ്ട്, 1 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതുക,
1 എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 അല്ലേ. അപ്പോൾ 1 7 ഈസ് എന്താണ്, 1 7 ഈസ് 7 അല്ലേ. അതെന്താക്കുക ഇവിടെ എഴുതുക. ഓക്കെ, 1 7 ഈസ് 7. ഈ 9ൻ്റെ ചൂട്ടിലായിട്ട് എന്താക്കുക 7 എഴുതുക. അപ്പോൾ 1 × 7 എത്രയാണ് 7 അല്ലേ. എന്നിട്ട് എന്താക്കുക ഈ 9 7 മൈനസ് ചെയ്യാം. അപ്പോൾ 9 7 കുറച്ച് എത്രയാണ് 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതുക. ഓക്കെ, 9 7 കുറിച്ചാൽ 2 എന്ന് ഇവിടെ എഴുതുക. പിന്നെ ഈ 1 അല്ലേ ഇങ്ങോട്ട് ഇറക്കി എഴുതുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 1 അല്ലേ. അപ്പോൾ 21 കിട്ടും അല്ലേ. അപ്പോൾ 21 എത്ര 7 ഉണ്ട് നോക്കുക. 21 എത്ര 7 ആണുള്ളത്? 7ൻ്റെ ടേബിളിൽ ചൊല്ലി നോക്കിയേ. 1 7 is 7, 2 7s are 14, 3 7s are 21 അല്ലേ. അപ്പോൾ കിട്ടി നമുക്ക് അല്ലേ. അപ്പോൾ എന്താണ് 3 7s are എന്ത് കിട്ടി നമുക്ക് 21 കിട്ടി അല്ലേ. 21 കിട്ടി. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ എഴുതുക 21. ഓക്കെ, ഇതിന് നേരെ താഴെയായിട്ട് എഴുതുക. ഇനി നമ്മളെന്താ ചെയ്യുക, ഇത് മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളെന്താക്കുക 21 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക് 1 1 പോയാൽ എത്രയാണ് 0 അല്ലേ. അപ്പോൾ 0 എന്ന് എഴുതി. 2 2 പോയാൽ എന്താണ് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക 0 0 അല്ലേ. ഇത് 0 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ എന്ത് കിട്ടി 0. ഇനി ഒന്നും വർക്ക് ചെയ്താലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ ഇവിടെ 0 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് 91 7 എന്താ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആണല്ലേ. അപ്പം 91 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, 91 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് എഴുതുക കേട്ടോ. റിമൈൻഡർ 0 ആണ് കിട്ടിയില്ലേ. ഇനി അടുത്ത് നോക്കൂ, 9 121 ആണല്ലേ. അപ്പോൾ 127 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 127നെ 9 ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താൽ എന്താ കിട്ടുക നോക്കില്ലേ. അതേപോലെ 136 12 മൾട്ടിപ്പിൾ ആണോ നോക്കി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. 225നെ 15ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നും ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ 127 ഡിവൈഡഡ് ബൈ 9 അല്ലേ. അപ്പോൾ 12 1ൽ 9 അപ്പോൾ ഇനി അടുത്ത നമ്പർ 2 കൊടുക്കൂല. അപ്പോൾ 1 to 12 12 എത്ര 9 ഉണ്ട് നോക്കുക. എത്ര പ്രാവശ്യമാണ് 9ൻ്റെ ടേബിളിലേക്ക് 1 9 is 9, 2 9s are 18 ആണ് അല്ലേ. അപ്പോൾ 12ൻ്റെ മേലെ പോയി 2 അല്ലേ. അപ്പോൾ 1ലാണ് എന്ത് വരുന്നത് 1 9 is 9 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക 1 9 is 9 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക 12ൻ്റെ നേരെ താഴെയായിട്ട് നമ്മൾ 9 എഴുതുക. 1 9 is 9. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് മൈനസ് ചെയ്യുക അല്ലേ. 12ൽ എത്ര 9 12 മൈനസ് 9 എത്രയാണ് 3 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് 12 മൈനസ് 9 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, ഇനി ഈ 7 ഇറക്കി എഴുതുക അല്ലേ. ഈ 7 തൊട്ടപ്പുറത്തുള്ള ഈ 7 ഇറക്കി എഴുതുക. ഈ 37ൽ എത്ര 9 ഉണ്ട് നോക്കുക. 37ൽ അപ്പോൾ എന്താ 9 1 9 is 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45. 37ൻ്റെ മേലെ പോയില്ല, അത് പറ്റൂല. നമുക്ക് 37 താഴെയുള്ള നമ്പറോ കിട്ടണം അല്ലേ ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 37 എത്ര ഉണ്ട് 9 4 ആണ് അല്ലേ. അപ്പോൾ 4 9s are എത്രയാണ് 36 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ 4 എഴുതുക അല്ലേ. അപ്പോൾ 4 9s are 36 അല്ലേ. അത് നമുക്ക് ഇവിടെ എഴുതുക 36. ഓക്കെ, അപ്പോൾ 36. ഇനി എന്താക്കുക 37ന്ന് 36 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 37ന്ന് 36 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1 കിട്ടും അല്ലേ. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി ഇവിടെ നമുക്ക് 1 ആണ് കിട്ടിയത് അല്ലേ. നമുക്ക് പറഞ്ഞെന്താ 0 ആണെങ്കിലാണ് എന്താക്കേണ്ടത്, നമ്മൾ ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുള്ളൂ അല്ലേ. ഇവിടെ റിമൈൻഡർ എന്താ 1 കിട്ടി അല്ലേ. ഇവിടെ നിന്ന് ഇറക്കി ചെയ്താലൊന്നുമില്ലല്ലോ, ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ റിമൈൻഡർ എന്താ 1 വന്നത് അല്ലേ. അപ്പോൾ എന്താ 127 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ ഈ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആവും അല്ലേ. പക്ഷെ ഇവിടെ റിമൈൻഡർ എന്താണ് 1 ആണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം 127 ഈസ് എ 127 is not a multiple of എന്താണ് 9 അല്ലേ. മൾട്ടിപ്പിൾ അല്ല അല്ലേ 9ൻ്റെ 127 എന്താണ് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 12 136 ആണ് അല്ലേ. അപ്പോൾ 136 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കുക. നോക്കാം. അപ്പം 1ൽ 12 ഇല്ല അല്ലേ. 30ൽ എത്ര 12 ഉണ്ട് 1 അല്ലേ. 1 12 is 12 ആണ്. 2 12s are 24 ആണ് അല്ലേ. പക്ഷെ എന്താ നമുക്ക് ഇവിടെ ഉള്ള 13 ഉള്ളൂ അല്ലേ. അപ്പോൾ 1 അല്ലേ. അപ്പോൾ 1 12 is എന്താണ് 12 അല്ലേ. അതിവിടെ എഴുതുക. ഓക്കെ, ഇനി എന്താക്കുക അത് നമ്മൾ മൈനസ് ചെയ്യുക അല്ലേ. ഇവിടെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 3ന്ന് 2 പോയാൽ എത്രയാണ് 3ന്ന് 2 പോയാൽ 1 അല്ലേ. 1ന്ന് 1 പോയാൽ 0 അല്ലേ.
അവിടെ നിന്ന് കൊടുത്താൽ അല്ലേ 3 2 പോയാൽ 1, 1 1 പോയാൽ 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 0 ഇട്ടാലും കുഴപ്പമില്ല അല്ലേ. ഇനി എന്താണ് അടുത്ത ഈ നമ്പർ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി അല്ലേ, എത്രയാണ് 6 അല്ലേ, ആ 6 ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യുക, 16 എത്ര 12 ഉണ്ട്, 1 തന്നെ അല്ലേ, 1 12 is 12 ആണ്, 2 12 എത്രയാണ് 24 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് 24 എന്ന് പറഞ്ഞാൽ 16 8 മേലെ പോയി അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്താ ചെയ്താ 12 അല്ലേ, 1 12 is 12 അല്ലേ. ഓക്കെ, 1 12 is 12 അതെഴുതി. ഇനി എന്താ നമുക്ക് ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്തിട്ട് 16 12 പോയാൽ എത്രയാണ് 4 ആണ് അല്ലേ. അപ്പം എന്താണ് ഇത് റിമൈൻഡർ 4, ഇനി എന്താ ഇറക്കിയതാണല്ലോ ഇല്ല അല്ലേ. അപ്പം ഇത് 4 ആ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം എന്താ നമുക്ക് പറയാ, റിമൈൻഡർ 0 ആണെങ്കിലാണ് ഇത് മൾട്ടിപ്പിൾ എന്ന് പറയാം അല്ലേ. ഇതെന്താണ് 0 ആണ്, റിമൈൻഡർ അല്ല. അപ്പം നമുക്ക് എന്താ എഴുതാ, 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എന്താ മൾട്ടിപ്പിൾ ഓഫ് 12 അല്ലേ. അപ്പം എന്താണ് 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 12. റിമൈൻഡർ 0 ആണെങ്കിലാണ് മൾട്ടിപ്പിൾ എന്ന് പറയാം കേട്ടോ. റിമൈൻഡർ പറഞ്ഞാൽ ഈ അടിയത്തെ ഈ നമ്പർ ബാലൻസ് അല്ലേ, അത് 0 ആണെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയാം. 0 അല്ല, വേറെ ഏതോ നമ്പറൊക്കെ ആണെങ്കിൽ 1 2 3 ഏതെങ്കിലും ഒരു നമ്പറൊക്കെ ആണെങ്കിൽ എന്താണ് അത് മൾട്ടിപ്പിൾ അല്ല, നോട്ട് എ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, 15 225 അല്ലെ. 225ന്റെ മൾട്ടിപ്പിൾ ആണോ 15 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 225 ഡിവൈഡ് ബൈ 15 അല്ലേ. അതിനെന്താണ് ആദ്യം 2 നോക്കുക. 2 15 വരുന്നുണ്ടോ ഇല്ല, 22 അല്ലേ. 22 എത്ര 15 വരുന്നുണ്ട്, 1 15 is 15, 2 50 is 30 അല്ലേ, 30 വരുന്നുണ്ട്. അപ്പോൾ 22ന്റെയും വലുതാണ് 30 വരുന്നത്. അപ്പോൾ 2 അപ്പോൾ 1 ആണ് അല്ലേ, 50 ആണ്. 22 അതിൻ്റെ താഴെയുള്ള നമ്പറെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുതാൻ പാടില്ല. അപ്പോൾ 115 is എത്രയാണ് 15 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക ഇവിടെ 15 എഴുതുക കേട്ടോ. 115 is 15. ഓക്കെ, അപ്പോൾ ഇനി വരയ്ക്കുക. ഇനി 22 അല്ലേ. ഇനി 2 5 പോവോ ഇല്ല, അപ്പോൾ ഇപ്പുറത്തുനിന്ന് കടയെടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ വെട്ടിയിട്ട് ഇവിടെ എന്താക്കും, ഇവിടെ 1 നെയ്തു, ഇപ്പുറത്തെ 12 നെയ്തു അല്ലേ. അപ്പോൾ 12 5 പോയ എത്രയാണ് 7 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക അവിടെ 7 എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ 15 മുതൽ 22 വരെ എണ്ണി നോക്കുക അല്ലേ. 15 16 17 18 19 20 21 22 അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും 7 എഴുതും. ഓക്കെ, ഇനി എന്താണ് അപ്പുറത്തുള്ള നമ്പർ ഇറക്കി എഴുതുക, തൊട്ടപ്പുറത്തുള്ള അല്ലേ 5 ആണ്, അതുകൊണ്ട് ഇറക്കി എഴുതുക. ഇനി 75 എത്ര 15 ഉണ്ട് നോക്കുക. അപ്പോൾ 15 ടേബിൾ എന്ന് ചൊല്ലി നോക്കിയാൽ 115 is 15. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക. 15 into 1 2 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാ 30 കിട്ടും അല്ലേ. പിന്നെ 50 into 3 എത്രയാണ്, 50 into 3 45 ആണ്. 50 into 5 50 into 5 സൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തേക്കും കിട്ടുക 50 into 5 50 into 5 എത്രയാണ് 75 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുന്നത് നോക്കിയാൽ ഇവിടെ 75 കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് മൈനസ് ചെയ്യുക അല്ലേ. 75 മൈനസ് 75 പറഞ്ഞാൽ എത്രയാണ് 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ 0 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 0 എന്ന് എഴുതി. അപ്പോൾ 0, അപ്പോൾ റിമൈൻഡർ ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, എന്താ എഴുതാൻ പറ്റും നമുക്ക്, യെസ് എന്താണ് 225 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 225 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താ 50 അല്ലേ. 15. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സ് ആണ്. അതിൽ 11th ചാപ്റ്റർ ആയി വിത്തിൻ നമ്പേഴ്സ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ് ആണ് ഇനി എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈഡ്, ഫാക്ടർ എന്താണെന്ന് നമുക്കറിയാലോ. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഘടകം. അപ്പോൾ 6ന്റെ ഫാക്ടർ ആകുമ്പോൾ 6നെ എന്തിനോടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, 1 into 6 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ 1 ഉം 6 എന്താണ് 6ന്റെ ഫാക്ടറാണ്. പിന്നെ 6ന് എന്താ 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ 2 ഉം 3 ഉം എന്താ 6ന്റെ ഫാക്ടറാണ്. അപ്പോൾ 1 ഉം 6 ഉം 2 ഉം 3 ഉം എന്താണ് 6ന്റെ ഫാക്ടറാണ് അല്ലേ. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ആ നമ്പർ എന്തിനോടൊക്കെ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ആ നമ്പറൊക്കെ എന്താണ് ആ
നമ്പറിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പറിനോട് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ അതൊക്കെ എന്താണ് ആ നമ്പറിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഇവിടെ 72 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 18 കിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പറയാം, 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം അല്ലേ. 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. ഇതിന് നമുക്ക് എന്താക്കുക, വേറൊരു ഫോമിൽ കൂടി പറയാം. ഇങ്ങനെ ചെറിയ നമ്പർ എന്താണ് വലിയ നമ്പറിൻ്റെ ഫാക്ടറാണെന്ന് പറയാം അല്ലേ. 4 ഈസ് എ ഫാക്ടർ ഓഫ് 72 അല്ലേ. 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. അതുപോലെ എന്താണ് 4 ഈസ് എ ഫാക്ടർ ഓഫ് 72. ആദ്യം ചെറിയ നമ്പറാണ് പറയുന്നതെങ്കിൽ എന്താണ് ആ ചെറിയ നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് വലിയ നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ വലിയ നമ്പറാണ് ആദ്യം പറയുന്നതെങ്കിൽ വലിയ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ചെറിയ നമ്പർ. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ വി മീൻ ദോസ് നമ്പേഴ്സ് ബൈ വിച്ച് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ. എന്താ ഇവിടെ പറയുന്നത്, ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആവണം എന്ന്. അത്ര ആണല്ലോ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പഠിച്ച മൾട്ടിപ്പിൾ പോലെ തന്നെ അല്ലേ. ഏകദേശം ഇവിടെ നോക്കിയാൽ വേറൊരു മെത്തേഡ് പറയുന്നത് നോക്കിയേ, ഇതൊരു ഡിവിഷൻ മെത്തേഡാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമുക്ക് ഒരു നമ്പർ എടുക്കുകയാണ് 6ഉം 54ഉം. ഓക്കെ, അപ്പോൾ 54 എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എഴുതാം, 54 ഇസ് ഈക്വൽ ടു 6 × 9 എന്ന് പറഞ്ഞാൽ എന്താ 54 അല്ലേ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇനി ഡിവിഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 54 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. 54 ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 6. സെയിം അല്ലേ രണ്ടും. 54 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 9 ആണ്, 54 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മൾട്ടിപ്പിൾ ഓർ ഫാക്ടർ ടേംസിൽ എഴുതി നോക്കാം. നമുക്ക് മൾട്ടിപ്പിൾസിൻ്റെയും ഫാക്ടറിൻ്റെയും ടേംസ് ഒന്ന് എഴുതി നോക്കിയാലോ, ടേബിൾ ആക്കിയിട്ട് നോക്കിയാൽ നമ്പേഴ്സ് 6ഉം 54ഉം തന്നെ കേട്ടോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ നമ്പർ എഴുതുക. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, നിങ്ങൾ 54 ഇസ് ഈക്വൽ ടു 6 × 9 അല്ലേ. 54 നമ്മൾക്ക് എന്താക്കുക 6 × 9 എഴുതിക്കൂടെ എഴുതാം അല്ലേ. ഇനി അപ്പോൾ എന്താക്കുക നമുക്കിവിടെ 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എഴുതാം. ഇത് കൂടെ 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എഴുതാം. പിന്നെ 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ആണല്ലോ ഈ 54 അല്ലേ. 6ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്പിൾ അല്ലേ 54 എന്ന് പറയുന്നത്. അപ്പോൾ 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6, 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ. ഇനി നെക്സ്റ്റ് ഡിവിഷൻ്റെ നോക്കിയേ, 54 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താണ് 9 ആണ് അല്ലേ. പിന്നെ 54 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എന്താണ് 6 ആണ് അല്ലേ. അപ്പോൾ 6 ഈസ് എ ഫാക്ടർ ഓഫ് 54 എന്ന് പറയാം. എന്താണ് 6 ഈസ് എ ഫാക്ടർ ഓഫ് 54 എന്നും പിന്നെ എന്താണ് 6 ഈസ് എ ഫാക്ടർ ഓഫ് 54 അല്ലെങ്കിൽ 9 ഈസ് എ ഫാക്ടർ ഓഫ് 54 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം എന്നെ നോക്കുക, അടുത്തത് നോക്കിയാൽ ഞാൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ലൈക്ക് ദീസ്. ഇതുപോലെ നമ്മൾ എന്താണ് താഴെ നമ്പർ ആ റിലേഷൻ അങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ, ഡിവിഷൻ, ഫാക്ടർ മെത്തേഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ടേബിൾ വരച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതെ, ഓക്കെ 9ഉം 72 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇങ്ങനെ ടേബിൾ വരയ്ക്കുക, നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെന്താണ് ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇനി എന്താക്കുക 9ഉം 72 അല്ലേ. അപ്പോൾ നമ്മൾ നമ്പേഴ്സിൻ്റെ അവിടെ 9ഉം 72 എന്ന് എഴുതുക. ഓക്കെ, ഞാൻ ഇത് ചെയ്ത് കണ്ടോളൂ. നോക്കൂ, അപ്പം 9ഉം 72 ആണ് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് 9, 72 എന്ന് എഴുതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക, 72 ഇസ് ഈക്വൽ ടു 8 × 9 അല്ലേ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇതായിട്ട് ഇവിടെ ഞാൻ കൊടുത്തത്. ഞാൻ എന്താക്കിയ നമ്പേഴ്സൊക്കെ എന്താക്കിയതാ കേട്ടോ. അങ്ങനെ ടേബിൾ വരച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് 72 നമ്മൾ എന്താക്കി ഈ 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആക്കി അല്ലേ. 9 പറഞ്ഞിട്ടല്ലോ അല്ലേ. അപ്പോൾ എന്താണ് 72 ഈക്വൽ ടു 8 × 9 ആണ് അല്ലേ. അപ്പം 72 ഈക്വൽ ടു 8 × 9. ഓക്കെ, ഇനി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്താൽ മൾട്ടിപ്പിൾ പറയാം, 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, പിന്നെ 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 72 അല്ലേ. 8 × 9 അല്ലേ. അപ്പോൾ 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8, പിന്നെ 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 പറയാം അല്ലേ. നോക്കൂ ഡിവിഷന്റെ മെത്തേഡിൽ നോക്കൂ, 72 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു എന്താണ് 9 ആണ്. 72 ഡിവൈഡഡ് ബൈ 9 എന്താണ് 8 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 8 ഈസ് എ ഫാക്ടർ ഓഫ് 72 എന്ന് എഴുതാം. 9 ഈസ് എ ഫാക്ടർ ഓഫ് 72. ഓക്കെ, അപ്പൊ രണ്ടും എന്താണ് ഫാക്ടർ ആയിട്ട് എഴുതി, നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ ആക്കി എഴുതി അല്ലേ. ഓക്കെ, മനസ്സിലായില്ല. അതേപോലെ തന്നെ 12ഉം 156 അതേപോലെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതേപോലെ തന്നെ അല്ലേ. 12ഉം 156 നമ്മൾ എന്തൊക്കെ വേറെ ടേബിൾ വരയ്ക്കുക. ഈ ക്വസ്റ്റൻ ആദ്യം എഴുതുക, എന്നിട്ട് വേറെ ടേബിൾ വരയ്ക്കുക. നമ്പേഴ്സിനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ഈ നമ്പേഴ്സിന് അവിടെ എന്താക്കുക 12, 156 എഴുതുക. എന്നിട്ട് 156 ഇസ് ഈക്വൽ ടു 12 × 12 എന്ത് ഇൻറ്റു ചെയ്താലാണ് 156 കിട്ടുക. മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുക. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്താ 156 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കുക, റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ നോക്കുക. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിലാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒക്കെ വരിക അല്ലേ. അപ്പൊ എന്താണ് കിട്ടുന്നുണ്ടോ നോക്കല്ലേ. 156 ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യാം. എങ്ങനെ ചെയ്യാം നമുക്ക്
നോക്കൂ. അപ്പോൾ എന്താണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ. അപ്പോൾ എന്താണ് 30 × 12 അല്ലെ 156 എന്താ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താക്കുക നമുക്ക് എഴുതുക അവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ എന്താ എഴുതുക 156 = 30 × 12. വേറെ ടേബിൾ വരയ്ക്കുക കേട്ടോ. നോക്കൂ ഇങ്ങനെ ടേബിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമ്പേഴ്സിന് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസ് എഴുതുക. നമ്പേഴ്സിന് താഴെയായിട്ട് 12 156 എഴുതുക. ഓക്കെ. ദെൻ 156 മൾട്ടിപ്ലിക്കേഷൻ്റെ താഴെയായിട്ട് 2 കോളാക്കി വരയ്ക്കുക അല്ലേ. എന്നിട്ട് 156 എന്താണ് നമുക്ക് ഇവിടെ എന്താ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 12 ഉം 13 അല്ലേ. അപ്പോൾ 12 × 13 ആണല്ലോ 156. അപ്പോൾ 156 = 12 × 13 എഴുതുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 156 is a multiple of 12 എന്ന് എഴുതുക. ഓക്കെ. പിന്നെയോ 156 is a multiple of 13. 2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 12 × 13 മൾട്ടിപ്പിൾ ആണല്ലോ 156. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 156 is a multiple of 12 എന്നും 156 is a multiple of 13 എന്നും എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിവിഷൻ ആണ് കേട്ടോ. ഡിവിഷൻ അവിടെ ഫാക്ടർ ആണ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ അവിടെ മൾട്ടിപ്പിൾ ആണ് നോക്കുന്നത്. ഡിവിഷന്റെ അവിടെ ഫാക്ടർ ആണ് അല്ലെ. ഇനി 156 / 12 എന്ന് പറഞ്ഞാൽ ചെയ്താൽ എത്ര കിട്ടും നമുക്ക് 13 കിട്ടും അല്ലെ. അതുപോലെ 156 / 13 ചെയ്താലോ 12 ആയിരിക്കും അല്ലെ. നിങ്ങൾ ചെയ്ത് നോക്കുക സെയിം എന്നല്ലേ കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ അല്ലെ. അപ്പോൾ 156 / 12 = 13 അല്ലെ. അപ്പോൾ 12 is a factor of 156 എഴുതുക. ഓക്കെ. 12 156ന്റെ ഫാക്ടർ ആണല്ലോ അല്ലെ. റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. 156 / 30 = 12 ആ കിട്ടിയത് അല്ലെ. റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 13 is a factor of 156 എഴുതുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ് അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം മൂന്നാമത്തെ ചെയ്യുക 13 ഉം 169 ഉം കേട്ടോ. അപ്പോൾ നമ്മൾ 169ന്റെ ഡിവൈഡഡ് ബൈ 13 ചെയ്ത് നോക്കുക. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 169 ഡിവൈഡഡ് ബൈ 13 ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഇതേപോലെ ഈ ടേബിൾ വരയ്ക്കുക. നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നൊക്കെ എഴുതി ഇങ്ങനെ കോളാക്കി വരച്ചിട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ അവിടെ എന്താക്കും 13 169 കൊടുക്കും. ഓക്കെ. ഇനി 169 = അവിടെ എന്താ കിട്ടുക നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ കിട്ടുന്നുള്ളത്. നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ എഴുതുന്നത് നോക്കാം. ഓക്കെ. നോക്കൂ നമ്മൾ 169 ഡിവൈഡഡ് ബൈ 13 ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ. അപ്പോൾ 13 തന്നെ അല്ലേ. അപ്പോൾ 30 × 39 അല്ലേ. 13 × 13 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്താക്കുക നമ്പേഴ്സിൻ്റെ അവിടെ കോളം വരയ്ക്കുക. നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്ത് അവിടെ എന്താക്കിയ എന്താണ് നമ്പർ ഏതൊക്കെ നമ്മൾ 13 169 അല്ലേ. അപ്പോൾ അവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് 13, 169 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം നമ്പേഴ്സിൻ്റെ അവിടെ 13, 169 എഴുതുക. അപ്പോൾ 169 = 30 × 13 അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതുക 30 × 13. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുക 169 is a multiple of 13. മറ്റേതും 13 തന്നെ അല്ലേ. അപ്പം 169 is a multiple of 30. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. രണ്ട് ഇങ്ങനെ എഴുതണമെന്നില്ല. രണ്ട് സെയിം ആയതുകൊണ്ട് ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. ദെൻ 169 ഡിവൈഡഡ് ബൈ 13 ആണ് കേട്ടോ. ഇവിടെ എന്താണ് ഡിവൈഡഡ് ബൈ. അപ്പോൾ 169 ഡിവൈഡഡ് ബൈ 30 = 13 അല്ലേ. അപ്പോൾ 30 is a factor of 169 അല്ലേ. 169 ഡിവൈഡഡ് ബൈ 30 = 13. 13 is a factor of 169. രണ്ടും 13 ആയതുകൊണ്ട് എന്താ ഏതെങ്കിലും ഇത് ഒന്ന് എഴുതിയാൽ മതി. രണ്ട് സെയിം തന്നെയാണല്ലോ അല്ലേ. ഇത് അങ്ങനെ തന്നെ ഒന്ന് എഴുതിയാൽ മതി. 30 is a factor of 169 കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ 25 ഉം 375 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്ങനെ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതേപോലെ തന്നെ കോളൊക്കെ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക നമ്മൾ 375 ഡിവൈഡഡ് ബൈ 25 ചെയ്തു നോക്കുക. നമുക്ക് ഇത് ഫാക്ടേഴ്സ് കിട്ടണ്ടേ മൾട്ടിപ്പിൾ കിട്ടണ്ടേ. അതുകൊണ്ട് എന്താക്കുക ആദ്യം ചെയ്യേണ്ടത് 375 ഡിവൈഡഡ് ബൈ 25 ചെയ്യുക. ഓക്കെ. നോക്കിയേ. അപ്പോൾ നമുക്ക് എന്ത് 375 ഡിവൈഡഡ് ബൈ 25 ചെയ്തില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്താണ് 25 എത്ര 37 ആദ്യം നോക്കിയില്ലേ. 37 എത്ര 25 ഉണ്ട് നോക്കിയില്ലേ 1 അല്ലേ. അപ്പോൾ 125 × 25 എഴുതി. 37 25 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും 7 5 പോയ 2ഉം 3 2 പോയ 1 അല്ലേ. അപ്പോൾ 12. ഇനി ആ 5 ഇറക്കി എഴുതി. അപ്പോൾ 125 എന്ന് കിട്ടി. അപ്പോൾ 125 എത്ര 25 ഉണ്ട് 5 അല്ലേ. 5 × 25 എത്ര 125. അപ്പോൾ അത് രണ്ടും മൈനസ് 125 മൈനസ് ചെയ്താൽ എന്ത് കിട്ടി 0 കിട്ടി അല്ലേ. അപ്പോൾ എന്താണ് റിമൈൻഡർ ഇവിടെ 0 ആണ്. അപ്പോൾ എന്താണ് മൾട്ടിപ്പിളും ഫാക്ടറും ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ കോളം വരയ്ക്കുക. ആദ്യം നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കോളം വരച്ചോ. എന്നിട്ട് എന്താക്കുക ഈ ഇവിടെ എന്താക്കുക നമ്മൾ നമ്പേഴ്സ് ക്വസ്റ്റ്യനിലുള്ള നമ്പർ ഏതാ 25 ഉം 375 അല്ല. അവിടെ എഴുതുക 25, 375 എന്ന് എഴുതുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കോളം വരച്ചില്ല. ഇനി നമ്പേഴ്സിന് അവിടെ 25, 375 എന്ന് എഴുതി. പിന്നെ എന്താ ചെയ്യേണ്ടത് 375 = എന്താ നമുക്ക് 25 × 15 എഴുതാം. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഈ 15 അവിടെ ഉണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയതാണ് അല്ലേ. അപ്പോൾ 25 × 15 ഇവിടെ എഴുതി. ഇനി നമുക്ക് ഇവിടെ എന്താ എഴുതുക എന്തെങ്ങനെ എഴുതുക 25 is a multiple of 375
അപ്പൊ നോക്കിയേ നമ്പേഴ്സ് 25ഉം 375 ആണല്ലേ. അപ്പൊ 375 is equal to 25 into 15 എഴുതാം. ഇവിടെ നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടിയ 25 into 15 നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 375 ഡിവൈഡ് ബൈ 25 ചെയ്തപ്പോ ഈ 25 ഇവിടെ തന്നിട്ടുണ്ട് 25ഉം 375 എന്നല്ലേ. അപ്പൊ ആ 375നെ 25 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി അല്ലേ. അപ്പൊ 375 is equal to 25 into 15 നമ്മളിവിടെ എഴുതി. ഓക്കെ, ദെൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ അവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ 375 is a multiple of 25 എന്ന് എഴുതാം. പിന്നെ 375 is a multiple of 15. ഓക്കെ, ദെൻ 375 ഡിവിഷന്റെ അവിടെ 375 ഡിവൈഡഡ് ബൈ 25 is equal to എന്താണ് 15 കിട്ടും അല്ലേ. 375 ഡിവൈഡ് ബൈ 25 എന്താ 15 അല്ലേ ആണ് അല്ലേ. ഇനി 375 ഡിവൈഡഡ് ബൈ 15 നിങ്ങൾ ചെയ്ത് നോക്കൂ 25 ആണ് കിട്ടുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് എന്താക്കാം 25 is a factor of 375 എന്ന് എഴുതി. പിന്നെ 15 is a factor of 375 എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സിലെ 11th ചാപ്റ്റർ ആയ വിത്തിൻ നമ്പേഴ്സ് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ കാണാത്തവർ അത് കാണുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് വിടുന്നുള്ളതാണ്. ദെൻ ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് ഇത് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻസ് എന്ന് പറയുന്നത്? എന്താ അവിടെ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ? ഇവിടെ നമുക്ക് 12 into 15 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 12 എന്താണ് 2 into 6 ആണ് 12 എന്ന് അറിയാം അല്ലെ. അപ്പൊ 12 into 15 നമുക്ക് എന്താക്കുക, ഈ 2 into 6 എന്ന് പറഞ്ഞാൽ 6 into 2 പറഞ്ഞാൽ സെയിം അല്ലേ. അപ്പൊ 6 into 2 into ഈ 12ന്റെ സ്ഥാനത്ത് 6 into 2 പിന്നെ ഈ 15ന്റെ സ്ഥാനത്ത് 15 തന്നെ. ഓക്കെ, അപ്പൊ 6 into 2 into 15 എഴുതി. ഇനി നമുക്ക് എന്താക്കാം ഈ 2 into 15 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ 13 ആണ് അല്ലെ. 2 into 15 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ 6 into 30 എന്ന് പറഞ്ഞാൽ എന്താ 6 into 3 അല്ലെ. 0 അവിടെ മാറ്റി 13 0 മാറ്റി വെച്ചിട്ട് ആ 3 എടുക്കുക. എന്നിട്ട് 6 into 3 ചെയ്ത് നോക്കുക. എന്താക്കുക 6 into 3 18 ആണ് അല്ലെ. പിന്നെ 3ന്റെ 13 0 മാറ്റി വെച്ചില്ലായിരുന്നു, ആ 18ലേക്ക് ആ 0 കൊടുക്കുക. അപ്പൊ 118 കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താ 2 into 15 എന്ന് പറഞ്ഞാൽ 30 ആണ്. 6 into 30 അപ്പൊ 6 into 30 എന്ന് പറഞ്ഞാൽ 0 അവിടെ മാറ്റി വെച്ചിട്ട് 6 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18 ആണ്. 18ന്റെ കൂടുതൽ ആ 0 കൂടി കൊടുക്കുക അല്ലെ. അപ്പൊ 180. ഓക്കെ, ദെൻ നോക്കൂ ഇത് വേറെ നോക്കിയ 60 into 18 ആണെങ്കിലും 60 into 18 ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്താക്കാം 16 എന്താക്കുക 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കും ഇങ്ങനെ 2 into 2 into 2 into 2 അല്ലെ 16 അല്ലെ. ഇനി എന്താക്കുക 80 into 60 എന്ന് പറയുമ്പോൾ 80 into 2 into 2 into 2 into 2 അല്ലെ. ദെൻ 80ന്റെ ആ മൾട്ടിപ്ലൈക്ക് ഡബിൾ മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ പോകും അല്ലെ. 80 into 2 എന്ന് പറഞ്ഞാൽ 36 36 into 2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ 36ന്റെ ഡബിൾ എന്താണ് 72. പിന്നെ 72ന്റെ ഡബിൾ പറഞ്ഞാൽ എത്രയാണ് 144. 144ന്റെ ഡബിൾ എത്രയാണ് 288 അല്ലെ. അങ്ങനെ എഴുതല്ലേ. അപ്പൊ 80 into 60 എന്ന് പറയുമ്പോൾ എത്രയാണ് 288 ആയിരിക്കും. ഓക്കെ, see if you can mentally calculate the product below. അപ്പൊ ഇതെന്താക്കുക ഈ നമ്പേഴ്സ് മെന്റലി ആയിട്ട് നമ്മൾ എന്താക്കുക പേപ്പർ ഒന്നും ഇല്ലാതെ നമുക്ക് എന്താക്കുക ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്തൂടെ നോക്കിയേ. നമുക്ക് 12 into 25 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ 25 അല്ലേ. അപ്പൊ ഇതിന് നമുക്ക് 6 into 2 എന്ന് എഴുതിയാലോ. 12 നമുക്ക് എന്താക്കുക 6 into 2 എന്ന് എഴുതുക അല്ലെ. അപ്പൊ 6 into 2 into 25 എന്ന് എഴുതുക. ഓക്കെ, കാണിച്ചാൽ ടീച്ചറെ നോക്കൂ 12 into 25 is equal to എന്താണ് 6 into 6 into പിന്നെന്താണ് 6 into 2 into 2 into 25 എഴുതിക്കൂടെ? മെന്റലി ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പൊ 12 അല്ലെ. 12 എന്താക്കി 6 into 2 പറഞ്ഞാൽ 12 അല്ലേ. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 12 അല്ലെ. 12ന് 6 into 2 പിന്നെ 25 into 25 അല്ലെ. ഈ 2 into 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 ആണ് നമുക്കറിയാലോ. 50 അല്ലെ. 2 into 25 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 6 into എന്താണ് നമുക്ക് ഇതിനെ 6 into 50 എന്ന് എഴുതാം അല്ലെ. 6 into 50 അല്ലെ. 6 into 50 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാലോ. എന്താ 0 അവിടെ മാറ്റി വെച്ച് നോക്കുക അല്ലെ. 0 അവിടെ മാറ്റി വെക്കുക. 6 into 5 എന്ന് പറഞ്ഞാൽ എത്രയാ 30 അല്ലേ. അപ്പൊ 30 പിന്നെ എന്താണ് ആ മാറ്റി വെച്ച 0 എന്താക്കുക അവിടെ എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 300 കിട്ടി അല്ലെ. അപ്പൊ 12 into 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് 300. സിമ്പിൾ അല്ലേ. ദെൻ അടുത്ത് നോക്കൂ നമുക്ക് 35 into 18 ആണ്. 35 into 18 നമുക്ക് എങ്ങനെ ചെയ്യാം?
ഇനി നമുക്ക് ഇതന്നെ സ്പ്ലിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ മെത്തേഡിൽ ചെയ്യാൻ കഴിയും, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ 35 into 18 ഞാൻ എന്താക്കുക, ഈ 35 into ഈ 18 ഞാൻ എന്താക്കുകയാണ് 2 into 9 എഴുതാൻ പോവാ. ഓക്കെ, അപ്പോൾ 35 into 2 അല്ലേ, 2 into 9 എന്നല്ലേ വരുന്നത്. അപ്പോൾ 35 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 70 അല്ലേ. 70 into 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 70ലെ 7 0 ആണ് അല്ലേ. 0 മാറ്റി വെച്ചിട്ട് 7 into 9 ചെയ്ത് നോക്കുക. 7 into 9 എത്രയാണ് 63 അല്ലേ. അപ്പം എന്താക്കുക 63. അപ്പം 17ലെ 0 മാറ്റി വെച്ചില്ലായിരുന്നു, ആ 0 ഇതിലേക്ക് കൊടുക്കുക അല്ലേ. 63 കൊടുക്കുക. അപ്പോൾ 630 അല്ലേ. അപ്പോൾ 35 into 8 is equal to 630. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ 70 into 9 അല്ലേ. അപ്പോൾ 70 into 9 അല്ലേ. അപ്പോൾ 0 അവിടെ മാറ്റി വെച്ച് 7 into 9 എന്ന് പറഞ്ഞാൽ 63, പിന്നെ മാറ്റി വെച്ച 0 കൂടി ഇതിലേക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 630 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതാണ് നമ്മളെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, എന്താ 125 into 8 ആണ് അല്ലേ. അപ്പോൾ 125 into 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 125 into 2 into 4 എന്ന് എഴുതി കൂടെ ഇതിനെ. അപ്പോൾ 125 into 2 into 4. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിലാണ് സിമ്പിളായിട്ട് സിംപ്ലസ്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുക, അങ്ങനെ ചെയ്യാം കേട്ടോ. ടീച്ചർ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താക്കുക വേണമെങ്കിൽ 125നെ സ്പ്ലിറ്റ് ചെയ്യുക. നമുക്ക് വേഗം ആൻസർ കിട്ടണം, മെന്റലിയായിട്ട് നമുക്ക് എന്താക്കുക ആൻസർ കിട്ടണം. ഓക്കെ, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലാവണം. നിങ്ങൾക്ക് അറിയുന്നത് 5ന്റെ ഒക്കെ മൾട്ടിപ്പിൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് 5ന്റെ മൾട്ടിപ്പിളിലേക്ക് എന്താണ് 5നെ സ്പ്ലിറ്റ് ചെയ്യാതെ എന്താണ് മറ്റേ നമ്പറിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി 5നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. Then 125 into 2 into 4 എന്ന് എഴുതുക. നോക്കൂ, 125 into 2 into 4 ചെയ്തില്ലേ. ഇനി 125 into 2 എത്രയാണ് 250 ആണല്ലോ അല്ലേ. 125 into 2 എന്ന് പറയുമ്പോൾ 250 ആണ് അല്ലേ. അപ്പോൾ 250 into 4 എന്ന് ചെയ്യുക. ഓക്കെ, 250 into 4 ചെയ്യുക. ഇനി എന്താക്കാം നമുക്ക് അറിയാതെ ആ 0 മാറ്റി വെച്ചിട്ട് 25 into 4 എത്രയാണ് 25 50 75 100 അല്ലേ. 100 ആണ് അല്ലേ. പിന്നെ എന്താ 100, 25 into 4 എന്ന് പറയുമ്പോൾ 100. പിന്നെ ആ 0 മാറ്റി വെച്ചില്ലായിരുന്നു 250 ഇരുന്നത് 25 into 4 അല്ലേ 100. ഞാൻ 0 മാറ്റി വെച്ച് എന്താക്കുക അതിൻ്റെ കൂടുതലും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1000 ഇത് കിട്ടി കണ്ടോ. 125 into 8 എന്ന് പറയുമ്പോൾ എത്രയാണ് 1000. നെക്സ്റ്റ് നോക്കൂ, 125 into 24 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 125 into 24നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ആണെങ്കിൽ 2 into 12 എന്ന് ചെയ്താ, അല്ലെങ്കിൽ എന്താണ് ഏത് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും 4 into അല്ലെങ്കിൽ ഇതാ 24നെ നമുക്ക് 8 into 3 ചെയ്തൂടെ. അപ്പോൾ 125 into 8 into 3 ചെയ്യാം അല്ലേ. അപ്പോൾ 125 into 8 125 into 8 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണ് എന്ത് 1000 അല്ലേ. അപ്പോൾ 1000 കിട്ടി. പിന്നെ ഇൻറ്റു എത്രയാ 3 അല്ലേ. അപ്പോൾ 1000 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ 3000 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 125 into 24 is equal to 125 into 24നെ 8 into 3 എന്ന് എഴുതി. പിന്നെ എന്താക്കി 125 into 8 എന്നുള്ളത് 1000 ആണ് നമുക്ക് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 1000 into 3 എന്ന് എഴുതി. 1000 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3000. ഓക്കെ, 10 into 3 എത്രയാണ് 30. അപ്പോൾ എന്താണ് ആ 0 3ലേക്ക് കൊടുത്താൽ മതി അല്ലേ. ഇനി 100 into 3 എന്ന് പറയുമ്പോൾ എത്രയാണ് 3ലേക്ക് ആ 2 0 100 എത്ര 0 ഉണ്ട് 2 അല്ലേ. അപ്പോൾ 100 into 3 അറിയാം 300. ഇനി 1000 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ 1000 എത്ര 0 ഉണ്ട് 3 അല്ലേ. അത് 3ലേക്കും കൊടുത്താൽ മതി അല്ലേ. 1000 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3000. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. മാത്സ് എന്ന് പറയുന്നത് എന്താണ് വലിയ എന്താണ് ടഫൊന്നുമില്ല, എന്താണ് സിമ്പിളാണ് അല്ലേ. മെന്റലായിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ ആ ലോജിക്ക് കിട്ടിയാൽ മതി, ബേസ് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്താക്കുക ടീച്ചർ പറഞ്ഞ മാതിരി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ഹലോ ഡിയേഴ്സ്, എന്താണ് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 11 വിത്തിൻ നമ്പേഴ്സിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നെക്സ്റ്റ് 75 ബിസ്ക്കറ്റ്സ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 15 കിഡ്സ്. അപ്പോൾ 75 ബിസ്ക്കറ്റ് എന്താക്കുക 15 കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും ഓരോരുത്തർക്കും എത്രണ്ണം കിട്ടുന്ന. അപ്പോൾ നമുക്ക് ഇവിടെ 75 divided by 15 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 15 നമുക്ക് എന്താക്കുക 3 into 5 എന്ന് എഴുതിക്കൂടെ. നോക്കൂ 15 നമുക്ക് 3 into 5 എന്ന് എഴുതാം അല്ലേ. ഇനി 75 divided by 3 ചെയ്ത് നോക്കുക. അപ്പോൾ 75 divided by 3 എന്ന് പറഞ്ഞാൽ 25 ആണല്ലേ. ഇനി 25നെ 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ. ആദ്യം 75നെ 3നോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിന് എന്താക്കുക 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 75 divided by 3 is equal to ആദ്യം 25 എന്ന് കിട്ടി. ഈ 25നെ നമുക്ക് 5നോട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് 5 ബിസ്ക്കറ്റ്
കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താ അവിടെ പറയുന്നത് നോക്കിയേ. അനദർ പ്രോബ്ലം 60 സ്വീറ്റ്സ് ആർ ടു ബി സ്പ്ലിറ്റ് ഈക്വലി 12 പാക്കറ്റ്സ്. 60 സ്വീറ്റ് ഉണ്ട്, 60 മിഠായി ഉണ്ട്, അത് 12 പാക്കറ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര എണ്ണാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അതിനെ 12 എന്താക്കുക, സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് അല്ലേ. 2 into 6 എന്ന് എഴുതുക, അല്ലെങ്കിൽ 3 into 4 എന്ന് എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, 12 നമ്മൾ 3 into 4 എന്നാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ. ഇവിടെ 12 3 into 4 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു കാണിച്ചു തരാം കണ്ടോ. 12 എന്താണ് 3 into 4 എന്ന് പറഞ്ഞ ഒരു സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 16 divided by 3 ചെയ്ത് നോക്കുക. 16 divided by 3 പറഞ്ഞാൽ 20 ആണ് അല്ലേ. പിന്നെ ആ കിട്ടിയ ആൻസറിനോട് ഈ 4ഉം കൂടി ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, 16 divided by 3 എന്ന് പറയുമ്പോൾ 20, 20 divided by 4 എന്ന് പറയുമ്പോൾ എത്രയാണ് 5 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എന്താണ് 5 എണ്ണായിരിക്കും ഓരോരുത്തർക്കും കിട്ടുക അല്ലേ. ഓക്കെ, അപ്പോൾ 16 divided by 12 ഈക്വൽ ടു എത്ര കിട്ടുക നമുക്ക് 5 എന്ന് കിട്ടും അല്ലേ. ഇനി അനദർ എക്സാമ്പിളാണ് പറയുന്നത്. 288 divided by 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 16 നമ്മൾ എന്താക്കുക, 2 into 2 into 2 into 2 എന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ 288 divided by 2 ചെയ്ത് വെക്കുക. പിന്നെ കിട്ടുന്ന ആൻസറിനെ 2നോട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ 2നോട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ വീണ്ടും 2നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. പകുതിയാക്കി പോകുക അല്ലേ. അപ്പോൾ 288 divided by 2 എന്ന് പറയുമ്പോൾ 144 ആണ്. 144 divided by 2 എന്ന് പറഞ്ഞാൽ 72 ആണ്. 72 divided by 2 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 divided by 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 288 divided by 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. വലിയ മെത്തേഡിൽ എന്താണ് കൺഫ്യൂഷൻ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യുക, ആൻസറിൽ എത്തിക്കുക. നോക്കൂ, 90 divided by 15 ആണ് ഇനി. അപ്പോൾ 90 divided by 15 നമുക്ക് എന്താക്കാം, ഈ 15 നമുക്ക് 3 into 5 എന്ന് ചെയ്താൽ അല്ലേ. അപ്പോൾ 90 divided by 15 is equal to 15 എന്താക്കുക 3 into 5 അല്ലേ. അപ്പോൾ 19 divided by 3 ആദ്യം ചെയ്യുക. കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കുക, 3 ആണല്ലോ ചെയ്ത്, ഇനി 5 ഉണ്ടല്ലോ അവിടെ, 3 into 5 അല്ലേ 15. അപ്പോൾ 5നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം എന്താ ആൻസർ കിട്ടുക, 90 divided by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 അല്ലേ. 30 divided by 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 അല്ലേ. നോക്കൂ, 90 divided by 15 is equal to 90 divided by 15 3 into 5 എന്ന് എഴുതിയാൽ ഇനി എന്താക്കുക, 90 divided by ആദ്യം 3നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 90 divided by 3 നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 90 divided by 3 എത്ര കിട്ടുക, 30 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് 30 എന്ന് എഴുതുക, ഇവിടെ 30 എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്, 30 പിന്നെ 13 കിട്ടിയല്ലോ. 90 divided by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 അല്ലേ. ഇനി ആ 13നോട് എന്താക്കുക, നിങ്ങൾ ഈ 5നെയും ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ 30 divided by 5 എന്ന് എത്രയാ 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഈ 15നെ സ്പ്ലിറ്റ് ചെയ്യുക. എന്തിനാണോ ഡിവൈഡ് ചെയ്യേണ്ട ആ സംഭവത്തിന് എന്താക്കുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. 15 എന്ന് പറഞ്ഞാൽ 3 into 5 അല്ലേ. അപ്പോൾ നമുക്ക് 3 into 5 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് 19നോട് ആദ്യം 3നെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും 90 divided by 15 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ 6 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 900 divided by 18 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിനെ ചെയ്യാം. 900 divided by 18 നമുക്ക് എങ്ങനെ എഴുതാം, 2 into 9 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 9 into 2 എന്ന് എഴുതിയാലും മതി അല്ലേ. അപ്പോൾ 900 ആണല്ലോ. അപ്പോൾ 900 divided by 9 ചെയ്താൽ സുഖമല്ലേ. അപ്പോൾ 900 divided by 9 into 2 എന്ന് എഴുതിയാൽ. അപ്പോൾ 900 divided by 18 നമ്മൾ എന്താക്കി, 900 divided by 18 9 into 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് ഇനി എന്താക്കി 900 divided by ആദ്യം ഈ 9 ചെയ്യുക കേട്ടോ. അപ്പോൾ 900 divided by 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 അല്ലേ. 100 പിന്നെ ഈ 9 into 2 എന്നില്ലേ, 9 അല്ലേ ചെയ്തുള്ളൂ. ഇനി കിട്ടുന്ന ആൻസറിനോട് ഈ 2 ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 900 divided by 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 100 divided by 2 is equal to 50 അല്ലേ. അപ്പോൾ 900 divided by 18 is equal to 15 കിട്ടി അല്ലേ. നെക്സ്റ്റ് എന്താണ് നമുക്ക് 116 divided by 32 ആണ് കേട്ടോ. അപ്പോൾ 160 divided by 32നെ നമുക്ക് എങ്ങനെ ചെയ്യാം, 160 അല്ലേ ഡിവൈഡഡ് ബൈ 32. 32നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക, 160 ആകുമ്പോൾ നമുക്ക് എന്താക്കാം, ഈ 32നെ നമുക്ക് 60 into 2 ചെയ്തൂടെ. 60 into 2 എന്ന് പറഞ്ഞാൽ എന്താ, 60 into 2 പറഞ്ഞാൽ 32 ആണ് അല്ലേ. അപ്പോൾ 116 divided by 60 into 2 എന്ന് എഴുതുക. അപ്പോൾ 116 divided by 60 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. പിന്നെ 10നെ 2നോട് ഡിവൈഡ് ചെയ്താൽ പോരെ, 5 എന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. നോക്കൂ, 160 divided by 32നെ നമ്മൾ എന്താക്കി, 32നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ, 60 into 2 അല്ലേ. അപ്പോൾ 116 divided by 60 into 2 എന്ന് എഴുതും. നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്തത്, 160 divided by ആ ഫസ്റ്റ് നമ്പർ 60 അല്ലേ. അപ്പോൾ ഏതൊരു നമ്പർ, ഇപ്പോൾ ഞാൻ നോക്കിയാൽ 50 divided by 5 എത്രയാ 10 അല്ലേ. ഇനി എന്താണ് 60 divided by 6 എന്താണ്
10 അല്ലേ. ദെൻ എന്താണ് 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ 10. 20 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ എന്താ 10. 30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ 10 അല്ലേ. അതേപോലെ 160 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 അല്ലേ. അതാണ് 10 ഡിവൈഡഡ് അല്ലേ. 10 കൊടുത്തു. പിന്നെ അവിടെ 60 നമ്മൾ ചെയ്തതിനു ശേഷം ബാക്കി അവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് 10 ആ കിട്ടുന്ന ആൻസറിനോട് ഈ 2 കൂടിയാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 160 ഡിവൈഡഡ് ബൈ 32 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടിയത് 5. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ 168 ഡിവൈഡഡ് ബൈ 24 ആണ്. അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 24 ഈ 24 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക. 24 നമുക്ക് എന്താക്കാം 2 × 12 എന്ന് എഴുതാം, 3 × 8 എന്ന് എഴുതാം, പിന്നെന്താ 4 × 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 168നോട് സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാ നോക്കുക ആദ്യം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്താ അറിയുക 168 ഡിവൈഡഡ് ബൈ 8 × 3 ആട്ടോ. 24 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 8 × 3. അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 8 ആദ്യം ചെയ്തോളൂ, സിമ്പിൾ അല്ലേ. 168 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാ 8ൽ 16 എത്ര വട്ടം നോക്കിയാൽ 16 എത്ര വട്ടം 8 ഉണ്ട് 2 അല്ലേ. അപ്പോൾ 2 8ലോ 1 അപ്പോൾ 21 അല്ലേ വരിക. അപ്പോൾ 21 വരും അല്ലേ. അപ്പോൾ പിന്നെ 21 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ പോരെ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 പറഞ്ഞാൽ എത്രയാ 7. നോക്കിയേ 168 ഡിവൈഡ് ബൈ 24നെ 24 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 8 × 3 കണ്ടോ. അപ്പോൾ 168 ഡിവൈഡ് ബൈ 8 × 3 എഴുതി. ഇനി 168 ഡിവൈഡ് ബൈ 8 അല്ലേ. അപ്പോൾ 16 എത്ര 8 ഉണ്ട് 2 അല്ലേ. പിന്നെ 8ൽ എത്ര 8 ഉണ്ട് 1. അപ്പോൾ 21 അല്ലേ. 21 ഡിവൈഡ് ബൈ പിന്നെ 3 ഉണ്ടല്ലോ അല്ലേ. ഇത് രണ്ടും മറക്കരുതേ, ഒന്ന് മാത്രം ചെയ്ത് അവിടെ വെക്കരുതേ, ഇത് രണ്ടും ചെയ്യണേ. ഓക്കെ. അപ്പോൾ 21 ഡിവൈഡ് ബൈ 3 അല്ലേ. അപ്പോൾ 21 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 7 അല്ലേ. കണ്ടോ. അപ്പോൾ 168 ഡിവൈഡ് ബൈ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടിയത് 7 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കിയേ, എന്താണ് 210 ഡിവൈഡഡ് ബൈ 42 ആണ് അല്ലേ. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 42 ഇസ് ഈക്വൽ ടു എങ്ങനെ ഇതാ നമുക്ക് 42നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. 210നോട് സിമ്പിളായിട്ട് പോകുന്ന ഏതെങ്കിലും മെത്തേഡിൽ നോക്കുക. 24നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക 2 × 21 അല്ലേ. 2 × 21 വെച്ചാൽ 21 അവിടെ ഉണ്ടല്ലോ. 210 ഡിവൈഡഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്ര 10 അല്ലേ. 210 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഏതായിരുന്നു നമ്മൾ ചെയ്ത് ഇതൊരു 90 ഉണ്ടായിട്ടില്ല. 900 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 100 അല്ലേ. 900 ഡിവൈഡഡ് ബൈ 18 അല്ലേ ഇരുന്നോ. 18നെ 9 × 2 എന്ന് ചെയ്തില്ലായിരുന്നോ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോൾ എന്താ 100 അല്ലേ. അപ്പം എന്താണ് നമുക്കറിയാം എങ്ങനെ ചെയ്യതിന് 210 ഡിവൈഡഡ് ബൈ 42നെ നമുക്ക് എന്താക്കാം 21 × 2 ചെയ്താ കേട്ടോ. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 21 × 2. പിന്നെ ഇവിടെയും ചെയ്തില്ല 168 ഡിവൈഡഡ് ബൈ 24നെ ഇവിടെയും ചെയ്തില്ലേ. 168 ഡിവൈഡഡ് ബൈ 24നെ നമ്മൾ എന്താ ചെയ്തത് 2 × ഇവിടെ 8 × 3 അല്ലേ. ഇവിടെയാണല്ലേ 60 × 2 അല്ലേ. 116 ഡിവൈഡഡ് ബൈ 60 × 2 ചെയ്തില്ലേ. അപ്പോൾ 116 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. അതേപോലെ തന്നെ ഇവിടെ 210 ഡിവൈഡഡ് ബൈ 21 × 2 എന്ന് പറയുമ്പോൾ എന്താക്കാം നമുക്ക് ചെയ്യാം 210 ഡിവൈഡഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്രയാ 210 ഡിവൈഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. പിന്നെ 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ 5 അല്ലേ. അതുപോലെ ചെയ്യാം. നോക്കൂ 210 ഡിവൈഡ് ബൈ 42 = 210 ഡിവൈഡഡ് ബൈ 42നെ നമ്മൾ 21 × 2 എന്ന് എഴുതിയാൽ ഇനി 210 ഡിവൈഡഡ് ബൈ 21 ചെയ്തു. അതുകൊണ്ട് കിട്ടുന്ന ഉത്തരത്തിലൂടെ 2ഉം ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 210 ഡിവൈഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്രയാ 10 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ 5 കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ. ഓക്കെ. അപ്പം സ്റ്റാൻഡേർഡ് 5 മാത്സിലെ 11th ചാപ്റ്റർ ആയി വിത്തിൻ നമ്പേഴ്സ് ഉള്ളതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കോമൺ ഫാക്ടേഴ്സ് കേട്ടോ. ഓക്കെ. അപ്പോൾ മറ്റേ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക. ഓക്കെ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ ചെയ്ത മെത്തേഡുകളൊക്കെ എന്താ പറയുന്നത്. പിന്നെ എന്താ അവിടെ നമ്പേഴ്സ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് ആർ കോൾഡ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. തന്നിരിക്കുന്ന 2 നമ്പറിലും ഒരുപോലുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കോമൺ ഫാക്ടർ ആണെന്ന് പറയുന്നത് കേട്ടോ. ഈ 2 നമ്പറിൻ്റെയും കോമൺ ഫാക്ടർ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് 19 ഡിവൈഡ് ബൈ 18 ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ 19 നമ്മൾ 9 × 5 × 2 പറഞ്ഞാൽ 90 അല്ലേ. അതുപോലെ 18 9 × 2 എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ 90 ഡിവൈഡ് ബൈ 18 എന്തായിരിക്കും. ഈ 9ഉം 9ഉം ക്യാൻസൽ ആക്കുക, 2ഉം 2ഉം ക്യാൻസൽ ആക്കുക. അപ്പോൾ ആൻസർ എന്താ 5 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ 90 ഡിവൈഡ് ബൈ 18 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 600 ഡിവൈഡ് ബൈ 150 നിങ്ങൾക്കൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തരട്ടെ. ഈ 2ൽ 0 ഉണ്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ ക്യാൻസൽ ചെയ്യുക കേട്ടോ. ഓക്കെ. ടീച്ചർ കാണിച്ചില്ല പറഞ്ഞുതരാം.
നമുക്ക് 600 ഡിവൈഡഡ് ബൈ 150 നമ്മൾ 600 ഡിവൈഡഡ് ബൈ 150 ബൈ ആക്കി എഴുതുക, എങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ മുകളിലും താഴത്തിനും എന്താണ് അറ്റത്ത് 0 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, അറ്റത്ത് 0 ഉണ്ടായതുകൊണ്ട് ഈ 0 ഇതും ക്യാൻസൽ ആക്കുക, ഈ 0യും ക്യാൻസൽ ആക്കുക. ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്, 60/15 അല്ലേ. ബാക്കി 60/15 ആണ് കേട്ടോ. ഷോർട്ട് മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനെ 60/15 എന്ന് എഴുതാം. സോറി. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ 60നെ നമുക്ക് എന്താക്കാം 2 × 30 എഴുതിക്കൂടെ. ഓക്കെ, ഇനി എന്താക്കാം ആണെങ്കിൽ അല്ലെങ്കിൽ 60 × 6 × 10 എന്ന് എഴുതാം അല്ലെ. 60 അല്ലെ 6 × 10 എന്ന് എഴുതാം. അപ്പോൾ 6 × 10 നമുക്ക് എന്താക്കാം 2 × 3, 6ന് 2 × 3 എഴുതി കൂടെ, അങ്ങനെ എഴുതി. 10ന് നമുക്ക് 2 × 5 എഴുതി കൂടെ, അതാണ് ഇവിടെ എഴുതി കേട്ടോ. അപ്പോൾ 2 × 3 × 2 × 5 എന്ന് പറയുമ്പോൾ 60 അല്ലേ. ബൈ ഇനി ഈ 15ന് നമുക്ക് 3 × 5 എന്ന് ചെയ്തിട്ടെ. അപ്പം നമുക്ക് എന്താക്കാം 15 ആണ് അല്ലേ. അപ്പം നമ്മൾ മുകളിലും താഴത്ത് സെയിം നമ്പർ ഉണ്ട് നോക്കും. ഇവിടെ 3 താഴെ 3 ഉണ്ട്, മുകളിലും 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3ഉം ഈ 3ഉം ക്യാൻസൽ ആക്കിയാൽ നമുക്ക് ഓക്കെ. ദെൻ നമുക്ക് എന്താക്കാണ്, ഈ താഴെയും മുകളിൽ 5 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ 5ഉം ഈ 5ഉം എന്താക്കി ക്യാൻസൽ ആക്കി. ഓക്കെ, അപ്പോൾ അതിന് പകരം ഇവിടെ 1 ആണ് ആൻസർ ഉണ്ടാവുക. ഇവിടെ 3ന് 3 പോയാൽ 1 അല്ലേ, 5ന് 5 പോയാൽ 1 അല്ലേ. ഓക്കെ, അപ്പം ഇനി ബാക്കി ഇവിടെ ഉള്ളത് എന്താ 2 × 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, 2 × 2 ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക, ഈക്വൽ ടു എത്രയാ 4 അല്ലേ. 2 × 2 എത്രയാ 4 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 4 ആണ് കേട്ടോ. ഇപ്പം 600 ഡിവൈഡഡ് ബൈ 150 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 600 ഡിവൈഡഡ് ബൈ 150 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 എന്ന് കിട്ടിയത് നിങ്ങൾക്ക്. 600 ഡിവൈഡഡ് ബൈ 150 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, അപ്പോൾ എന്താ ഇവിടെ ചെയ്ത് നോക്കിയാൽ ഈ 600 ഡിവൈഡ് ബൈ 150 ഈക്വൽ ടു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബൈ ആക്കി എഴുതിട്ടോ. ബൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ അല്ലേ. അപ്പോൾ 600 ഡിവൈഡ് ബൈ 150 എഴുതി. മുകളിലും താഴത്തും അറ്റത്ത് 0 ഉണ്ട്, നടുക്കുള്ള 0 ഒന്നും വെട്ടരുതേ. അറ്റത്തുള്ള 0കൾ ഉണ്ടെങ്കിൽ വെട്ടിപ്പോവുക. ഓക്കെ, ഇവിടെ മുകളിൽ 0 ഉണ്ട്, താഴെ 0 ഉണ്ട്. ഇവിടെ മുകളിൽ 0 ഉണ്ട്, പക്ഷെ താഴെ 0 അല്ല, അപ്പോൾ വെട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 600 ഡിവൈഡ് ബൈ 150നെ ഈ 0യും ഈ 0 വെട്ടിയപ്പോൾ എന്താക്കി നമുക്ക് ബാക്കി ഇവിടെ ഉള്ളത് 60/15 ആണ് കേട്ടോ. ഇനി 60നെ നമുക്ക് എന്താക്കി 2 × 6 × 10 എഴുതി കൂടെ. 60നെ 6 × 10 എന്ന് പറഞ്ഞാൽ 60 അല്ലേ. അപ്പോൾ 6നെ നമ്മൾ 2 × 3 എന്ന് എഴുതി. അപ്പോൾ 2 × 3 പറഞ്ഞാൽ 6. ഇനി 10നെ 2 × 5 എന്ന് എഴുതി, അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. 2 × 3 × 2 × 5. ഓക്കെ, ബൈ. ഇനി 15നെ നമുക്ക് 3 × 5 എന്ന് എഴുതി. ഓക്കെ, ഇനി മുകളിലും താഴെയുള്ള നമ്പറുകൾ ഏതാണോ അത് ക്യാൻസൽ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ മുകളിൽ 3 ഉണ്ട്, താഴെയും 3 ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഇനി മുകളിൽ 5 ഉണ്ട്, താഴെയും 5 ഉണ്ട്, ക്യാൻസൽ ചെയ്യുക. ഇനി മുകളിൽ 2 ഉണ്ട്, പക്ഷെ താഴെ 2 ഉണ്ടോ, ഇല്ല, ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അവിടെ വെക്കണം നമ്മൾ കേട്ടോ. സെയിം നമ്പർ മുകളിലും താഴത്തും ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം 2 × 2 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്പർ എന്താണോ അതിനെ നമ്മൾ ആൻസർ ആക്കി എഴുതണം കേട്ടോ. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് 4 അല്ലേ. അപ്പോൾ 2 × 2 4 ബൈ പിന്നെ ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെ അല്ലേ. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അതേപോലെ നമുക്ക് ഇതും ചെയ്തുകൂടെ. 900 ഡിവൈഡ് ബൈ 180 അറ്റത്ത് 2 എന്തുണ്ട് 0 ഉണ്ട്. അപ്പോൾ 0 കൊണ്ട് ക്യാൻസൽ ആക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക അത്. അപ്പം നോക്കിയേ, നമുക്ക് 900 ഡിവൈഡ് ബൈ 180 നമുക്ക് എന്താക്കി ഇങ്ങനെ എഴുതി, 900 ഡിവൈഡ് ബൈ 180 എഴുതി. ഇനി മുകളിലും താഴത്ത് അറ്റത്ത് 0 ഉണ്ട് ഇല്ല, അറ്റത്ത് 0 ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് 0 നമുക്ക് എന്താക്കുക ക്യാൻസൽ ചെയ്തിട്ടോ, ഒരു വര ഇടുക കേട്ടോ അത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഒരു വര ഇടുക. അപ്പോൾ എന്താക്കി ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്, ഈ 0 ക്യാൻസൽ ആയില്ല. ഇനി ബാക്കിയുള്ളത് 90/18 എഴുതി കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ. 90/18 ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ 90നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് 90നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. എങ്ങനെ ചെയ്യാം, നമുക്ക് 90നെ നമുക്ക് 9 × 10 എഴുതാം അല്ലേ. എഴുതിക്കൂടെ, 9 × 10 എഴുതാം. ഈക്വൽ ടു 9 × 10 എഴുതി. ഓക്കെ, ദെൻ ബൈ എന്താ വരിക നമുക്ക്, ബൈ 9 × 10 ബൈ പിന്നെ ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം, 9 × 2 എന്ന് എഴുതി കൂടെ. 9 × 2 എന്ന് എഴുതി. 9 × 2. ഓക്കെ, അപ്പോൾ 9 × 10 എന്ന് പറഞ്ഞാൽ 90, 18നെ നമുക്ക് 9 × 2 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താക്കാം, ഇത് ക്യാൻസൽ ചെയ്തുകൂടെ നമുക്ക്. നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഏതാണ്, അവിടെ മുകളിലും താഴെ 9 ഉണ്ടല്ലോ. അപ്പം എന്താക്കുക, അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് അല്ലേ. 9 ക്യാൻസൽ ചെയ്ത്. ഓക്കെ, സെയിം ഇതിൽ തന്നെ ക്യാൻസൽ ചെയ്യണേ. അപ്പോൾ ഇവിടെ 10/2 അല്ലേ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. എന്ത് 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 10നെ നമുക്ക് 5 × 2 എന്ന് എഴുതാം അല്ലേ. താഴെയോ 10നെ നമുക്ക് എന്താക്കി 5 × 2 എന്ന് എഴുതാം. 5 × 2 അല്ലേ. 5 × 2 എന്ന് എഴുതി. പിന്നെയോ ബൈ
ബൈ എന്താ വരിക 2 ഇല്ല അവിടെ മുകളിൽ എന്തായിട്ടില്ല. ഇനി ബാക്കി 10/2 ഉള്ളത്. 10/2 ഇവിടെ കാണുന്നില്ല അല്ലേ, നിങ്ങൾക്ക് കാണണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ മോൾക്ക് കയറ്റി എഴുതിയിട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ള 10/2നെ 10നെ ഞാൻ 2 × 5 എഴുതി ബൈ 2 അല്ലേ. അപ്പോൾ മുകളിലും താഴത്തും 2 ഉണ്ടാവിടെ ക്യാൻസൽ ചെയ്ത്. പിന്നെ ബാക്കി എന്താ അവിടെ ഉള്ളത്? ബാക്കിയുള്ളത് എന്താണ്? ഈക്വൽ ടു 5 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഈക്വൽ ടു 5. ഈക്വൽ ടു 5. അപ്പോൾ നമ്മുടെ ആൻസർ 5 ആയിരിക്കില്ല. അപ്പോൾ 900 / 180 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 420 എത്രയാണ്? 225 / 75. എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ. ഇത് നമ്മൾ നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ക്യാൻസൽ ഇതാക്കിയതാണ്, ഇവിടെ കാണാനായിട്ടാണ് മോൾക്ക് എഴുതിയിട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 5 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് 225 / 75. ഇതെങ്ങനെ ഇതാ? നമുക്ക് 225നെ നമുക്ക് എന്താക്കി എഴുതി? 225 / 75 225 / 75 നമുക്ക് 225നെ 225 × 3 × 3 എഴുതുക അല്ലേ. ഡിവൈഡഡ് ബൈ 25 × 3 എഴുതുക. ഓക്കെ, ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്താ? 225 / 75 എഴുതുക കേട്ടോ. ഈക്വൽ ടു 25 × 3 × 3 എഴുതുക. 225നെ / 75നെ 25 × 3 എഴുതുക. ഇനി മുകളിലും താഴത്തും 25 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താക്കുക? ക്യാൻസൽ ആക്കുക 25 കേട്ടോ. എന്താണ്? 25നെ ഇവിടെയും ക്യാൻസൽ ആക്കി, ഇവിടെയും ക്യാൻസൽ ആക്കി കേട്ടോ. ഓക്കെ, ഒറ്റ വിട്ടിട്ടാൽ മതിട്ടോ ഒരുമിച്ചുണ്ട്. അപ്പോൾ 25 ഇനി എന്താ? മുകളിലും താഴത്ത് 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3നെയും ക്യാൻസൽ ആക്കി, ഈ 3നെയും ക്യാൻസൽ ആക്കി കേട്ടോ. അപ്പോൾ ബാക്കി ഇവിടെ എന്താ നമുക്ക് ആൻസർ ഉള്ളത്? 3 ആണ് അല്ലേ. അപ്പോൾ 225 / 75 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3 ആണ് കേട്ടോ. ഓക്കെ, അപ്പം 3 എന്ന് കിട്ടി. കണ്ടല്ലോ? 225 / 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? 420 / 105. നോക്കൂ, 420 / 105നെ നമ്മൾ 420 / 105 എഴുതി. ഈ 0 ക്യാൻസൽ ആക്കാൻ പറ്റുമോ? പറ്റൂല കേട്ടോ. കാരണം എന്താ? ഇത് അറ്റത്താണ് അല്ലേ. അറ്റത്തുള്ളത് മാത്രമേ, താഴെ അറ്റത്തുണ്ടെങ്കിൽ മാത്രമേ ക്യാൻസൽ ആക്കാവൂ കേട്ടോ. നടുക്കുള്ളതൊന്നും ക്യാൻസൽ ആക്കാൻ പാടില്ല. അറ്റത്തുള്ളത് മാത്രം ക്യാൻസൽ ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ അറ്റത്തുണ്ട്, പക്ഷെ താഴെ അറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 420നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നമ്മളിപ്പം നേരത്തെ സിമ്പിളായിട്ട് കിട്ടീനി അല്ലേ. ഇനി ഈ 420നെ നമുക്ക് സ്പ്ലിറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാ അറിയോ? നോക്കൂ, 420 / 2 ചെയ്ത് നോക്കുക. 420 / 2 എത്രയാ? ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യുക. ഓക്കെ, 2 എത്രയാ? 2 × 2 = 4 അല്ലേ. അപ്പോൾ 2 ഇവിടെ എഴുതുക. 2ൽ 1 പിന്നെ 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 210 കിട്ടും. പിന്നെ എന്താക്കുക? പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കുക. 2 ചെയ്ത് നോക്കുക. 1 പിന്നെ 0 പിന്നെന്താണ്? 10ൽ 5 അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ 105 കിട്ടിയല്ലോ അല്ലേ. ഇവിടെ 105 കിട്ടിയത്. ഇനി നമുക്ക് നീറ്റ് സിമ്പിളായിട്ടാണ് ചെയ്യുക അല്ലേ. എങ്ങനെ ചെയ്യാം നമുക്ക്? 420നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 105 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഓക്കെ, ഇങ്ങനെ കിട്ടിയേക്കണ്ടില്ലേ. ഇവിടെ 105 കിട്ടിയല്ലോ. ഇവിടെ താഴെ 105 ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താക്കാം? 105 അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. 2 × 2 × 105 എഴുതുക. ഇനി 105നെ എന്താക്കുക? 105 അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? 105 എഴുതുക. ഓക്കെ, ഇനി മുകളിലും താഴത്തും എന്താ? 2 മുകളിലുണ്ട്, താഴെ അല്ല അല്ലേ. ഇനി 105 മുകളിലുണ്ട്, 105 താഴെയുണ്ട് അല്ലേ. അപ്പോൾ എന്താക്കുക? ഇതുകൊണ്ട് നമുക്ക് ആൻസർ ആക്കാം. ഓക്കെ, 105 കേട്ടോ. ദെൻ ബാക്കി എന്താ? 105 മൊത്തം ഉണ്ട് കേട്ടോ. മൊത്തം ഉണ്ട്. ദെൻ ബാക്കി അവിടെ എന്താ ഉള്ളത്? 2 × 2 അല്ലേ. 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 4 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 4 ആണ് കേട്ടോ. അപ്പോൾ 420 / 105 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 225 നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കി ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അത് സൈഡിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായ ചാപ്റ്ററാണ്. നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.